ഡൈനിങ് ടേബിളുമേ ഇരിക്കുന്ന ഫ്ലവർ വേസ് കണ്ടു. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലായോ? ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതുപോലെ ഭംഗിയുള്ള ഫ്ലവർ വേസുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പികളൊന്നും കളയണ്ട. നമുക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വേര് പിടിപ്പിക്കാനും അതുപോലെ തന്നെ ഫ്ലവർ വേസ് ആക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ, ഹാങ് ചെയ്തിടാനൊക്കെ. അപ്പോൾ നമുക്ക് അതിനെ പറ്റി ഒന്ന് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതേ കുപ്പി പകുതി കട്ട് ചെയ്ത് ഹോളൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്കാണ് ഈ കുപ്പി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ വെള്ളമൊക്കെ അതിലേക്ക് തന്നെ പൊക്കോളും കണ്ടോ. അപ്പോൾ ഈ അടിയിലേക്ക് വെള്ളം വന്ന് കിടന്നോളും. പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനൊക്കെ അറിയുകയാണെങ്കിൽ അടിവശത്ത് നല്ല പെയിൻറ്റിങ്ങൊക്കെ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് രണ്ട് വശവും നമുക്ക് ഉപയോഗിക്കാം, ഒന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും നമ്മൾ ഇനി മുതൽ കളയണ്ട കേട്ടോ. പിന്നെ എല്ലാവരും ഇത് അവസാനം വരെ കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കുപ്പിയൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി അതിന് ഹോളിട്ട് കൊടുക്കുകയാണ്. ഹോളിട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ചെടികൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ചെടികൾ വെച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ചെടി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ആ വെള്ളത്തിലേക്ക് ഇളകും ചെയ്യും. പിന്നെ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വാടുകയും ചെയ്യില്ല കേട്ടോ. ഇതുപോലെ കട്ടിങ്സൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ വാടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെച്ചാലും മതി. പിന്നെ നമ്മൾ വെക്കുമ്പോൾ കുപ്പിയിൽ കുറച്ച് നമ്മുടെ സബോളത്തൊലിയോ ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അധികം ഇടണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നനച്ചിട്ട് വേണം എപ്പോഴും വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ ആ ഹോളിൽ കൂടെ കുത്താനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതേ നമ്മളിവിടെ അരേലിയയുടെ തുമ്പാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് വെക്കാനും എളുപ്പമാണ്, നന്നായിട്ട് വേര് പിടിക്കുകയും ചെയ്യും കേട്ടോ. ഒരു ചെറിയ കട്ടിങ്സ് മതി അരേലിയയുടെ. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേ ഇവിടെ ഒരു ബോള് അരേലിയായിട്ടുണ്ട് കണ്ട. ബോള് പോലെയാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞ് നമ്മളിത് വെച്ച് കൊടുത്താൽ മാത്രം പോരാ, അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പും കൂടി ചെയ്യണം. ചെറിയ ചെറിയ തുമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഈ വേരൊക്കെ പിടിച്ച് വരുമ്പോൾ ഇത് ആദ്യം നമുക്ക് തിങ്ങി നിറഞ്ഞു വരും. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നല്ല ഭംഗിയുമാണ് കേട്ടോ ഈ ചെടി. ഇതിൻ്റെ ഗ്രീൻ കളറുണ്ട്, അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ച ചെടിയാണ്. അപ്പോൾ അതും ഇതുപോലെ കട്ടിങ്സ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്താണ് കാരണം ഈ ചെടി നമ്മൾ തുമ്പല്ല എടുത്തിരിക്കുന്നത്, ചെടിയെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇല വന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ വരിക. അപ്പോൾ ഇതുപോലെ വേര് പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ കട്ടിങ്സ് ആക്കി വെച്ച് കൊടുത്താൽ മതി, നന്നായിട്ട് വേര് പിടിച്ചോളും. അപ്പോൾ നമ്മുടെ ദേ ഹാങ്ങിങ് പ്ലാന്റൊക്കെ റെഡി ആയിട്ടോ. 2 ഹാങ്ങിങ് ഉണ്ടാക്കിയതും നല്ല ഭംഗിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുപ്പികളിൽ ഇതിൻ്റെ വേറെ വെച്ച് കൊടുക്കാം. ഷേപ്പുകളും പലതരം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ചെടികൾക്ക് ഭംഗി ഉണ്ടാകുള്ളൂ കേട്ടോ. വെറുതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചെടിച്ചട്ടികളോ ഒന്നും നമുക്ക് അത്ര അത്യാവശ്യം മേടിക്കേണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഇതുപോലെ കുപ്പികളിലും ഭംഗിയാക്കി ഇടാവുന്നതാണ്. അപ്പോൾ ഇത് വേറൊരു ഷേപ്പാണ് ഇട്ടുണ്ടാക്കുന്നത്. ഇതിൻ്റെ നടുഭാഗമാണ് കളഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് ഇടാനാണ്. അപ്പോൾ ദേ ഇവിടെ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് ഈ ചെടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഹാങ് ചെയ്ത് നീണ്ടു വന്നോളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇലകളൊക്കെ ഒന്നും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മളിതൊക്കെ വളം ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ച ചെടിയാണ്. ഇതിപ്പോൾ ഇവിടെ ഈ ചുവന്ന ചെടിയായാലും ചുവപ്പ് കളറാണ്. നമുക്ക് പച്ചയായിട്ടുള്ള ചെടികൾ കളർ ഇളകണമെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ചെമ്പരത്തിയൊക്കെ ആണെങ്കിൽ പച്ച കളർ വരും. അപ്പോൾ നമുക്ക് ഇതും എടുക്കാം. പിന്നെ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കാണ്, അതും വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ്. അപ്പോൾ ഇതൊരു ദിവസം വെച്ച് കഴിയുമ്പോൾ നമുക്കതിനെ അരിച്ചെടുക്കാം. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേ രണ്ടും കൂടി അരിച്ചെടുത്തു. നമ്മളിതേ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാ പൂക്കളുള്ള ചെടികൾക്കും ഒക്കെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ ചീര മുളപ്പിച്ചേക്കണതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.